ഹായ് ഒരുവൺ, ഫ്യൂച്ചറിൽ നിന്നും നിങ്ങളുടെ സ്വന്തം RRP ആണ്. മക്കളെ, നീറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷനൊക്കെ അടിപൊളിയായിട്ട് നിങ്ങളെല്ലാവരും ആരംഭിച്ചു കഴിഞ്ഞു. 2027 നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യുക, ഒരു ഡോക്ടർ ആവുക എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്ര നിങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. എൻ്റെ ഈ വീഡിയോ കാണുന്ന മിക്ക കുട്ടികളും ഇപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് മോർ ദാൻ ഒരു 4 to 5 വീക്സ് ആയിട്ടുണ്ടാവും. ഒരു 1.5 മാസത്തെ പ്രിപ്പറേഷൻ നിങ്ങൾ എന്തായാലും ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ സമയത്ത് കുട്ടികൾക്കുണ്ടാവുന്ന ഒരു ചെറിയ കൺഫ്യൂഷൻ അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന ഒരു മടി, സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മടി കാരണം പ്രൊക്കാസ്റ്റിനേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മലയാളത്തിൽ നാളെ നീളെ എന്ന് പറയും. അതായത് നമ്മൾ കണ്ടിന്യൂസ്ലി പഠിക്കുന്നു. നിങ്ങൾക്കറിയാം, നീറ്റിൻ്റെ സിലബസ് എന്ന് പറയുമ്പോൾ വളരെ വാസ്റ്റ് സിലബസാണ്. +1 +2 കംപ്ലീറ്റ് സിലബസ് നമ്മൾ ഒരു വർഷം കൊണ്ട് പഠിക്കുകയാണ്. അപ്പോൾ ഈ വാസ്റ്റ് സിലബസിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ ഒരു മടുപ്പടിക്കും. ഈ മടുപ്പടിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സബ്ജക്റ്റിനോടുള്ള ഇൻട്രസ്റ്റ് ഇല്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു പ്രോപ്പർ എയിം ഇല്ലാതെ നമ്മൾ ഏതൊക്കെയോ ഡയറക്ഷനിൽ പഠിക്കുന്നു. ഈ പഠനം കൊണ്ടും നമുക്ക് ആ പഠനത്തോട് തന്നെ ഒരു മടുപ്പുണ്ടാവാം. അപ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് എന്താണ്, എന്നാൽ ഇന്ന് വേണ്ട, ഇനി നമുക്ക് നാളെ ഒരു പെർഫെക്റ്റ് ടൈം കിട്ടട്ടെ, നാളെ പഠിച്ചു തുടങ്ങാം. നാച്ചുറലി പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് അവർക്ക് കമ്പാരിറ്റീവ്ലി ഭയങ്കര ഇൻട്രസ്റ്റിംഗും ആയിരിക്കും, പഠിക്കാൻ വളരെ ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ്, അവർക്ക് കുറച്ചുകൂടി ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഫിസിക്സ് പോലൊരു സബ്ജക്റ്റിലേക്ക് എത്തുമ്പോഴത്തേക്ക് സബ്ജക്റ്റിൻ്റെ സിലബസ് കൊണ്ടും കോൺസെപ്ച്വലിയും പ്രോബ്ലമാറ്റിക് സൈഡ് നോക്കുമ്പോഴും പൊതുവേ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നാച്ചുറലി ഇവരെന്ത് ചെയ്യും, ഫിസിക്സിനെ ചെറുതായിട്ടൊന്ന് മാറ്റി വെച്ചിട്ട് കണ്ടിന്യൂസ്ലി ബയോളജിയിലേക്കും അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി എളുപ്പമുള്ള സബ്ജക്റ്റിലേക്കും ഫോക്കസ് ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ ഫിസിക്സിനെ അങ്ങോട്ട് മാറ്റി വെച്ചു. അതൊരു ടൈപ്പ് ഓഫ് പ്രൊക്കാസ്റ്റിനേഷൻ തന്നെയാണ്. ഇങ്ങനെയൊന്നും ഒരിക്കലും ഒരു സ്റ്റുഡൻറ്റ് ചെയ്യാൻ പാടില്ല എന്നതാണ് എനിക്ക് നിങ്ങളോടുള്ള സജഷൻ. ഇനി പ്രൊക്കാസ്റ്റിനേഷന് പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം ഞാൻ പറഞ്ഞു, സബ്ജക്റ്റിനോടുള്ള മടുപ്പോ അല്ലെങ്കിൽ ആ സബ്ജക്റ്റിൻ്റെ ഡിഫിക്കൽട്ടിയോ ആയിരിക്കും. അതേപോലെ തന്നെ മറ്റൊരു കാരണമാണ് നിങ്ങൾ ഈ വാസ്റ്റ് സിലബസ് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സബ്ജക്റ്റിനോട് നമുക്ക് വീണ്ടും തോന്നുന്ന ഒരു മടുപ്പ്. കണ്ടിന്യൂസ്ലി ഡെയിലി ഫിസിക്സ് പഠിക്കുന്നു, കെമിസ്ട്രി പഠിക്കുന്നു, ബയോളജി പഠിക്കുന്നു. നാച്ചുറലി നമുക്ക് ആ പ്രോസസ്സ് ഒന്ന് നമ്മളെന്താ ഫെറ്റീഗ് ആവുക എന്ന് പറയും. അപ്പോൾ നമ്മൾ നാച്ചുറലി ഒരു റിലാക്സ്ഡ് മോഡിലേക്ക് പോകാൻ പലപ്പോഴും പലരും പ്ലാൻ ചെയ്യാറുണ്ട്. ഒരു കാരണവശാലും ഈ സമയത്ത് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എല്ലാ കുട്ടികളും ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികളെല്ലാവരും ഒരു ഗുഡ് മൂഡ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അതായത് എൻ്റെ മൂഡ് ഇന്ന് ഓക്കെ അല്ല, അല്ലെങ്കിൽ എനിക്ക് ചെറിയൊരു പനി വന്നു, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് തലവേദനയാണ്, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ വീട്ടിൽ ചെറിയ ആഘോഷമുണ്ട്, ഈ കാരണത്താലൊക്കെ പഠനം ഒന്ന് മാറ്റി വെക്കാം. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ പ്രൊക്കാസ്റ്റിനേഷനാണ്. പഠനത്തിനെ ഒരിക്കലും തള്ളി നീക്കാൻ പാടുള്ളൊരു പ്രോസസ്സല്ല. എസ്പെഷ്യലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനാണ്. അതേപോലെ തന്നെ പലർക്കും പറ്റുന്ന ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ട്, അത് നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. പഠനത്തെക്കാൾ ഉപരി പ്ലാനിങ്ങിന് പ്രയോറിറ്റി കൊടുക്കും. അതായത് വൻ പ്ലാനിങ് ആയിരിക്കും. ചിലർക്കൊക്കെ പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി വരെ കാണും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു പ്ലാൻ, ഒരു വ്യക്തമായ സ്റ്റഡി പ്ലാൻ നമുക്ക് വേണം. നിങ്ങൾ അത് കൺസിസ്റ്റൻ്റ്ലി ഫോളോ ചെയ്യുക. അല്ലാതെ മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടിന്യൂസ്ലി കാണുന്നു. ഈവൻ ഇപ്പം നിങ്ങളിൽ പലരും ഞാൻ ഈ പറയുന്നത് പോലും വളരെ സീരിയസ്ലി കേൾക്കുന്നുണ്ടാവാം. എന്നിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യും, ഓക്കെ ഇന്ന് തൊട്ട് പഠിച്ചു തുടങ്ങാം. പക്ഷേ ഇന്നും അത് പഠിക്കാതെ സാറ് പറഞ്ഞതുപോലെ നാളെ തുടങ്ങാമെന്ന് നമ്മൾ ചിന്തിക്കും. ഇതൊക്കെ പ്രൊക്കാസ്റ്റിനേഷനാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡേഞ്ചർ സോണിലാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ പഠനം പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യാറുണ്ടോ? അതിൻ്റെ കുറച്ച് വാർണിംഗ് സൈൻസ് എന്താണെന്ന് നമുക്കൊന്ന് ചുമ്മാ ഒന്ന് ഡിസ്കസ് ചെയ്യാം. പ്രധാനമായും മിക്ക കുട്ടികളിലും കണ്ടുവരുന്നൊരു കാര്യമാണ്, ഇവർക്ക് പല സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്. അതിൽ ചില സബ്ജക്റ്റുകൾ അവർക്ക് ഈസി ആയിരിക്കും. അപ്പോൾ ഈസി സബ്ജക്റ്റിന് കൂടുതൽ സമയം കൊടുക്കുകയും ആ സബ്ജക്റ്റിലെ കോണ്ടന്റുകളും കോൺസെപ്റ്റുകളും ഒക്കെ 100% ക്ലാരിറ്റിയോടെ പഠിക്കുകയും MCQ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ അവർ പ്രാക്ടീസ് ചെയ്യും. അതേ സമയത്ത് ആ ഡിഫിക്കൽട്ട് സബ്ജക്റ്റുകൾ, മോസ്റ്റ് ഓഫ് ദ കേസിലും പല കുട്ടികളും പറയുന്നത് ഫിസിക്സ് അവർക്ക് ഡിഫിക്കൽട്ട് സബ്ജക്റ്റാണെന്ന് പറയാറുണ്ട്. ഈ സബ്ജക്റ്റിനെ കംപ്ലീറ്റ്ലി തഴയുന്നതായിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ ഒരു വാർണിംഗ് സൈൻ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ സബ്ജക്റ്റുകൾക്കും ഈക്വൽ പ്രയോറിറ്റി നിർബന്ധമായും നമ്മൾ കൊടുക്കേണ്ടതാണ്.
അതേപോലെ തന്നെ മറ്റു വലിയൊരു വാർണിംഗ് സൈനാണ്, ഇപ്പം ചില കുട്ടികൾ നമുക്കറിയാം ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എല്ലാം അടിപൊളിയായിട്ട് പഠിക്കും. പക്ഷേ ഒരു ചാപ്റ്റർ എടുക്കാം, ഒരു ഉദാഹരണം നിങ്ങളിലേക്ക് മനസ്സിലാക്കാൻ. ഞാനൊരു ഫിസിക്സ് അധ്യാപകനായതുകൊണ്ട് ഒരു ഫിസിക്സ് ചാപ്റ്റർ വെച്ച് തന്നെ ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ഇപ്പം നിങ്ങൾ റീസെൻ്റ്ലി പഠിച്ചൊരു ചാപ്റ്റർ ആയിരിക്കും മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഈ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കും. പഠിച്ച് ചാപ്റ്ററിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയ ആണ് റിലേറ്റീവ് മോഷൻ. പൊതുവെ റിലേറ്റീവ് മോഷൻ എല്ലാ കുട്ടികൾക്കും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ആ ടോപ്പിക്ക് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ അവർ വിചാരിക്കും ഇതിപ്പോൾ ഒന്ന് മാറ്റി വെക്കാം, എന്നിട്ട് ആ ചാപ്റ്ററിലെ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിക്കാം. അപ്പോൾ ബാക്കി എല്ലാം പഠിച്ചിട്ട് ആ റിലേറ്റീവ് മോഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് മാത്രം അവരങ്ങോട്ട് മാറ്റി വെക്കുന്നു. അതൊരു പ്രൊക്കാസ്റ്റിനേഷനുള്ള വാർണിംഗ് സൈനാണ്. കാരണം നിങ്ങളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾ നാളെ അത് പഠിക്കാൻ പോകുന്നില്ല. പയ്യനെ ആ ടോപ്പിക്കേ നമ്മളങ്ങ് മറന്നു തുടങ്ങും. ആ ചാപ്റ്ററിലെ ആ പർട്ടിക്കുലർ ടോപ്പിക്കിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാതാവും. ജസ്റ്റ് ഇമാജിൻ 2027 നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിന് 1 ഡയമെൻഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ റിലേറ്റീവ് മോഷനിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അവസ്ഥ നമ്മൾ ചിന്തിക്കുക. ആ ചാപ്റ്ററെ നമ്മുടെ കയ്യിൽ നിന്ന് ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് എന്നോ ഡിഫിക്കൽട്ട് ചാപ്റ്റർ എന്നോ ഡിഫിക്കൽട്ട് ടോപ്പിക് എന്നോ ഇല്ല. നമുക്കെല്ലാം വളരെ ഈസിയാണ്. ആത്മാർത്ഥമായി സമയം കണ്ടെത്തി അത് വ്യക്തമായിട്ട് പഠിക്കാനുള്ള ഒരു പ്ലാനിങ് നമുക്ക് വേണ്ടതാണ്. അതേപോലെ തന്നെ മിക്ക കുട്ടികളിലും കണ്ടുവരുന്ന മറ്റൊരു ഇഷ്യൂ ആണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സബ്ജക്റ്റുകൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അവരതൊക്കെ പെർഫെക്റ്റായിട്ട് പഠിക്കും. പക്ഷേ തിയറിയിൽ മോർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് MCQ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാത്ത ഒരു പ്രശ്നം കണ്ടുവെക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ കുട്ടികളോട് ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട്, സർ ക്വസ്റ്റ്യൻ ചെയ്യാനൊരു കോൺഫിഡൻസ് ഇല്ല, കാരണം എനിക്ക് തിയററ്റിക്കലായിട്ട് ഞാൻ എല്ലാം പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ചില കോൺസെപ്റ്റിലൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതും ഒരു തെറ്റിദ്ധാരണയാണ്, പ്രൊക്കാസ്റ്റിനേഷൻ്റെ വാർണിംഗ് സൈനാണ്. കാരണം എന്താ, MCQ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് അത് മാറ്റി വെക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന. തെറ്റുകളിലൂടെ ശരി പഠിക്കാൻ പറ്റുകയുള്ളൂ. ഉറപ്പായിട്ടും നമുക്കവിടെ തെറ്റ് പറ്റുമോ ഇല്ലയോ എന്ന് ചിന്തിക്കരുത്. ഒരു നീറ്റ് എക്സാം ഹാളിൽ ഇരിക്കുന്ന പോലെ തന്നെ ആ ക്വസ്റ്റ്യൻസ് കൃത്യമായ ടൈമിംഗ് സെറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. തെറ്റ് വരും എന്നുള്ള ഭയം വേണ്ട. ഇനി തെറ്റിയാൽ തന്നെ ആ തെറ്റിൽ നിന്നും നമ്മൾ ശരി പഠിക്കുന്നു. മക്കളെ, പണ്ട് ചെറുപ്പകാലങ്ങളിലൊക്കെ നമ്മൾ സൈക്കിൾ ഔട്ടാറുണ്ട്. വീഴും ഓർത്തിട്ടല്ലല്ലോ നമ്മൾ സൈക്കിൾ ഔട്ട് ചെയ്ത്, വീണ് തന്നെയാണ് സൈക്ലിംഗ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ എൻട്രൻസ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനും. സോ നിങ്ങൾ തിയറി പഠിക്കണം, എല്ലാ സബ്ജക്റ്റുകൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതോടൊപ്പം തന്നെ MCQ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് നിർബന്ധമാണ്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പലപ്പോഴും കാണാറുള്ളത്, ഈ സ്റ്റുഡൻസ് എല്ലാവരും തന്നെ ഒരു പെർഫെക്റ്റ് സ്റ്റഡി മൂഡിന് വേണ്ടിയോ അല്ലെങ്കിൽ എനിക്കൊരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ എവിടുന്നെങ്കിലും ഇപ്പോൾ കിട്ടും, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ ഉണ്ടായതിന് ശേഷം മാത്രമേ ഞാൻ പഠിക്കുകയുള്ളൂ എന്നും പറഞ്ഞ് പഠനം ഉഴപ്പുന്ന കുട്ടികളുമുണ്ട്. ഇതൊക്കെ ഒരു വലിയ വാർണിംഗ് സൈനാണ്. ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുത്തുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങൾ ഓവർകം ചെയ്യേണ്ടതാണ്. പഠനം നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ഇതോടൊപ്പം തന്നെ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാം, അതിനെ എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്ത് നമ്മുടെ പഠനത്തെ ഒട്ടും ബാധിക്കാത്ത രീതിയിൽ കുറച്ചുകൂടെ ഇഫക്റ്റീവ് സ്റ്റഡി മെത്തേഡ് ഫോളോ ചെയ്യാം, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വരാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. ആ സ്റ്റഡി പ്ലാൻ തന്നെ കൃത്യമായി ഫോക്കസ് ചെയ്യുക. ഇനി ഓൾറെഡി പല വിദ്യാർത്ഥികൾക്കും ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ കാണും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ സ്റ്റഡി പ്ലാൻ തന്നെ കൃത്യമായി കണ്ടിന്യൂ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത്, ഒരു ദിവസം തന്നെ ഒരു സബ്ജക്റ്റ് കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കാതിരിക്കുക. ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ തന്നെ കണ്ടിന്യൂസ് പഠിക്കാതിരിക്കുക. കാരണം നമുക്ക് നാച്ചുറലി മടുപ്പ് തോന്നും. അപ്പം നമുക്ക് പയ്യനെ ഈ പഠനം ഒന്ന് നീക്കി വെക്കാൻ തോന്നും. അതിന് പകരം ചാപ്റ്ററുകളെയും സബ്ജക്റ്റുകളെയും സെഷൻ വൈസായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ചാപ്റ്റർ എടുത്താൽ ആ ചാപ്റ്ററിൻ്റെ ലെങ്ത് അനുസരിച്ച് 4 or 5 സെഷൻസ് ആയിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. ഒരു ദിവസം ആ ഒരു പർട്ടിക്കുലർ സെഷനിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലെ തിയറിയും അതിലെ കോൺസെപ്റ്റും പഠിക്കുക. അതോടൊപ്പം തന്നെ അതിലെ MCQസും പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി 4 സബ്ജക്റ്റുകളും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ നമുക്കറിയാം, ഒരു പഠനത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പഠനം മാത്രമല്ല, അതോടൊപ്പം തന്നെ വേണ്ടതാണ് അതിൻ്റെ കൃത്യമായ റിവിഷൻ. സോ എല്ലാ ദിവസവും നമ്മൾ ബെഡിലേക്ക് പോകുന്നതിന് മുമ്പ് 100% ഉറപ്പ് വരുത്തിയിട്ടുണ്ടാവണം അന്ന് പഠിച്ച മുഴുവൻ ടോപ്പിക്കുകളും നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പഠനത്തോടുള്ള ഒരു ആവേശവും ആഗ്രഹവും ഒക്കെ നമുക്ക് കൂടുന്നതായിട്ട് കാണാൻ കഴിയും. അങ്ങനെയൊക്കെ നമുക്ക് ഈ പ്രൊക്കാസ്റ്റിനേഷനെ ഏറെക്കുറെ ബാലൻസ് ചെയ്യാൻ പറ്റും. മക്കളെ, പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊക്കെ ഒരു ദിവസം കൊണ്ടോ ഒരു സുപ്രഭാതത്തിലോ നടക്കുന്ന കാര്യമല്ല. ഇതൊക്കെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്,
നമ്മൾക്ക് കൺസിസ്റ്റൻസി എന്ന് പറയുന്നതാണ് നമ്മളുടെ ഒരു കീ. കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ മാറ്റിവെക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ പഠനം അടിപൊളിയാക്കാൻ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്, നമ്മൾ ടഫസ്റ്റ് സബ്ജക്റ്റ് ഫസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമ്മൾ പഠിച്ച് കുറേ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മടുപ്പടിച്ച് തുടങ്ങും. അങ്ങനെ നമ്മൾ കുറേ ടയേർഡായി കഴിഞ്ഞിട്ട് നിങ്ങളൊരു ടഫസ്റ്റ് സബ്ജക്റ്റ് പഠിക്കാനെടുത്താൽ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് മാറും. സോ നിങ്ങൾ നിർബന്ധമായിട്ടും ഉറപ്പ് വരുത്തുക, ഓരോരുത്തർക്കും പല സബ്ജക്റ്റുകളാണ് ടഫസ്റ്റ് ആവുന്നത്. നിങ്ങളുടെ ടേസ്റ്റിനും ഇൻട്രസ്റ്റിനും അനുസരിച്ച് ഏറ്റവും ഡിഫിക്കൽട്ട് സബ്ജക്റ്റിൽ നിങ്ങൾ ആ ഡേ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും സിമ്പിൾ സബ്ജക്റ്റ് നമുക്ക് ലാസ്റ്റ് പഠിക്കാം എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്താൽ നന്നാവും എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക, സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻ. സ്റ്റേ അവേ ഫ്രം യുവർ മൊബൈൽ ഫോൺ. പഠിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മുടെ സ്റ്റഡി ടേബിളിലോ നമ്മുടെ സ്റ്റഡി റൂമിലോ മൊബൈൽ ഉണ്ടാവാൻ പാടില്ല. നിങ്ങളത് മാറ്റി വെച്ചിട്ട് വേണം കൃത്യമായി പഠനം തുടരാൻ. മാത്രമല്ല, നിങ്ങൾ കൃത്യമായ ഒരു ചെക്ക് ലിസ്റ്റ് പ്ലാൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നിർബന്ധമായും ഉറപ്പുവരുത്തുക. നിങ്ങളുടെ പഠനം വളരെ മനോഹരമാവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്.